ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നോമ്പല്ലേ, നോമ്പായിട്ട് ഇന്ന് നമ്മൾ കടിയായിട്ട് ഉപയോഗിക്കുന്നത് വയണയിലപ്പമാണ്. മാവ് നമ്മൾ അരിമാവിനകത്ത് ശർക്കര പാനിയും ഏലക്കാപ്പൊടിയും തേങ്ങ അരിഞ്ഞതും എല്ലാം കൂടെ കൊണ്ട് നമുക്ക് ബാക്കി പോരാത്തിന് വെള്ളത്തിൽ കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇന്ന് തെരളിയിലേക്കകത്ത് നാം കാണിച്ചിട്ടുള്ളതായിട്ട് അതിൻ്റെ കാണിക്കാത്തത് നല്ലപോലെ ഇങ്ങനെ നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കോണായിട്ടും ഒക്കെ നമുക്ക് പരത്തിയെടുക്കാം. പിന്നെ എണ്ണക്കടിയൊന്നും എടുക്കുന്നില്ല, അതിന് പകരം തെരളിയപ്പമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്താകുമ്പോൾ വലിയ എണ്ണയൊന്നും ഇല്ലല്ലോ. ഇവിടെ ഞാൻ ഈ ഒരു രീതിയിലാണ് പരത്തിയെടുത്തിരിക്കുന്നത്. നമുക്ക് കോണായിട്ടും എടുക്കാം. പിന്നെ കോണ് ഇതാക്കിയിട്ട് ഒരെണ്ണം എടുത്താക്കി ഒന്നല്ല, കുറേ അങ്ങനെ ആക്കുന്നുണ്ട്. എല്ലാം ഇഡലി പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇനി വെന്ത് കിട്ടട്ടെ. വെന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. കുടിക്കാനൊക്കെ സമയമായിട്ടുണ്ട്. ഈത്തപ്പഴം, വൈലപ്പം, മുസമ്പി ജ്യൂസ്, ചായ, പുതുഞ്ചത്തി ഇത്ര എടുത്തിട്ടുണ്ട്. റോഡുകളിൽ മലബാർ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. 2 മുളക് ബജി, ചട്ടിപ്പത്തിരി, ചിക്കൻ റോൾ, കട്ട്ലറ്റ്, സമൂസ ഇത്രയും മേടിച്ച് അപ്പോൾ നോമ്പ് മുറിക്കാനായിട്ടുണ്ട്. ഞങ്ങൾ നോമ്പ് മുറിക്കാൻ പോകുന്നു. ഹലോ ഫ്രണ്ട്സ്, എന്നാൽ നമുക്ക് നല്ല നാടൻ ചിക്കൻ കറിയും ഒരട്ടി നോമ്പ് മുറിച്ച് നമസ്കരിച്ചിട്ട് വന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അരിപ്പത്തിരിയും നാടൻ ചിക്കൻ കറിയും ഉണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. സൂപ്പർ ടേസ്റ്റ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് തരണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. ടാറ്റ ഓൾ ഫ്രണ്ട്സ്. വീഡിയോയുടെ പൈൻ്റെ പേര് ടാറ്റ.